നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സാധ്യത തള്ളാതെ പി.വി. അൻവർ. പാവപ്പെട്ട തൊഴിലാളികൾ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. മത്സരിക്കാൻ ആളുകൾ പണം തരുന്നുണ്ടെന്നും പി.വി. അൻവർ പറഞ്ഞു. നമ്മളെ ഭൂമിയിൽ ചവിട്ടി പാതാളത്തൊക്കെ ആക്കിയില്ലേ, അല്ലേ? സമാധാനമായല്ലോ ചിലർക്കൊക്കെ. ഓലെ ആസ്വദിക്കാതെ ഓല് അവിടെ റൂമിലിരുന്ന് ആസ്വദിക്കല്ലേ, ചിരിക്കട്ടെ എന്ന്. മത്സരിക്കുന്നില്ല, എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ ആളുകൾ പൈസയായിട്ട് വരുന്നു. പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി. വട്ടച്ചെലവില്ല കാശ് ഞങ്ങൾ ഉണ്ടായിത്തരുന്ന ആരാ പറഞ്ഞ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ തൊഴിലാളികൾ. അപ്പോൾ അവർ ടാപ്പിംഗ് തൊഴിലാളികൾ വിളിക്കാണ്, അനുറാക്കാൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തുതരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അപ്പുറത്ത് ഞങ്ങൾ നോക്കാമെന്ന് പറയുമ്പോൾ ഒന്നും പറ്റില്ല, അറിയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ നോക്കട്ടെ, 1-2 ദിവസം ഉണ്ടല്ലോ. ഷബീർ ഉമർ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, ആദ്യം പറഞ്ഞിരുന്നത് കെട്ടിവെക്കാനുള്ള പണം ഇല്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നു സാധാരണക്കാർ ആവശ്യപ്പെടുന്നുണ്ട് മത്സരിക്കാൻ, പണം നൽകാമെന്ന് പറയുന്നുണ്ട് എന്ന്. അപ്പോൾ മത്സര സാധ്യത തള്ളുന്നില്ല അൻവർ, അല്ലേ? അമൃത, തീർച്ചയായും മത്സര സാധ്യത തള്ളാതെ തന്നെ തുടരുകയാണ് പി.വി. അൻവർ. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതായത് UDF-ലേക്കില്ല, UDF-മായി ഇനി ഒരു ചർച്ചയ്ക്കുമില്ല, ഒപ്പം തന്നെ താൻ മത്സരിക്കുന്നുമില്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമില്ല എന്നാണ് പി.വി. അൻവർ പറഞ്ഞത്. ഈ മത്സരിക്കാതിരിക്കാനുള്ള കാരണമായി പി.വി. അൻവർ വിശദീകരിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല, അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം തന്നെ പലവിധ കേസുകളിൽ പെട്ട് കിടക്കുകയാണ്, നിത്യച്ചെലവിന് പോലും വകയില്ലാത്ത നിലയ്ക്ക് താൻ പെട്ടുപോയി എന്നായിരുന്നു പി.വി. അൻവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള തനിക്ക് മത്സരിക്കാൻ പണം വേണം, ഒപ്പം തന്നെ LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ വലിയ തരത്തിൽ പണമൊഴുക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനോട് കിടപിടിച്ചു നിൽക്കാൻ തന്നെ കൊണ്ടാവില്ല എന്നും അടക്കമായിരുന്നു പി.വി. അൻവർ വിശദീകരിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ചെറിയ മാറ്റം വരുത്തുന്നത്. അദ്ദേഹം പറയുന്നത് താൻ മത്സരിക്കുന്നില്ല എന്നറിഞ്ഞ് നിരവധിയായ ആളുകൾ നിലമ്പൂരിലെ വോട്ടർമാർ തന്നെ സമീപിക്കുന്നു. പാവപ്പെട്ട തൊഴിലാളികളാണ്, ഡ്രൈവർമാർ അടക്കമുള്ള തൊഴിലാളികളാണ് തന്നോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ആവശ്യമായ പണം തങ്ങൾ സ്വരൂപിച്ച് നൽകാം, ചെറിയ ചെറിയ തുകകളായി സ്വരൂപിച്ച് നൽകാം. അപ്പോൾ ആ നിലയ്ക്ക് താങ്കൾ ഉണ്ടാകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാർ ആവശ്യപ്പെടുന്നു. ആ നിലയ്ക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യം താൻ ആലോചിക്കും, 2 ദിവസം കൂടി സമയമുണ്ടല്ലോ എന്നാണ് പി.വി. അൻവർ പറഞ്ഞത്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ ഈ നാളെ കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ തൃണമൂലിന്റെ ദേശീയ നേതൃത്വം പി.വി. അൻവറിന് മത്സരിക്കാനുള്ള അനുമതി നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ തൃണമൂലിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിലും പി.വി. അൻവർ മത്സരിക്കണമെന്നായിരുന്നു പൊതുവികാരം. പക്ഷേ മാരത്തൺ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും സമവായ ശ്രമങ്ങൾക്കും ഒടുവിലാണ് പി.വി. അൻവർ ഇന്ന് നാടകീയമായി താൻ മത്സരിക്കുന്നില്ല, ഒപ്പം തന്നെ UDF-ലേക്കും ഇല്ല എന്ന് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ വീണ്ടും നിലപാട് മാറ്റം വരുത്തുന്നു. ഒപ്പം തന്നെയാണ് UDF-ന് പി.വി. അൻവറുമായി ചർച്ചയ്ക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് പി.വി. അൻവർ ഇപ്പോൾ ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. UDF-നെ സമ്മർദ്ദത്തിലാക്കുന്നു. ഒപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചുള്ള പി.വി. അൻവർ നടത്തിയ ആക്ഷേപങ്ങൾ പിൻവലിക്കണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം അല്ലെങ്കിൽ UDF-ന്റെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത്, പി.വി. അൻവറിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ പി.വി. അൻവർ അത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും അദ്ദേഹം വിശദീകരിക്കുന്നത് താൻ എന്താണോ പറഞ്ഞത് അക്കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ബോധ്യപ്പെടും, അത് കഴിഞ്ഞാൽ താൻ പറഞ്ഞതിൽ ശരിയും തെറ്റുമെല്ലാം ബോധ്യപ്പെടുമെന്നാണ് പി.വി. അൻവർ പറയുന്നത്. അതിനർത്ഥം UDF തോൽക്കുമെന്ന സന്ദേശം അദ്ദേഹം ഇപ്പോഴും നൽകുന്നു. ഒപ്പം തന്നെയാണ് ഈ UDF-ഉമായുള്ള ചർച്ച, മുന്നണി പ്രവേശനമില്ല അല്ലെങ്കിൽ UDF-ലേക്ക് ഇല്ല എന്നാണ് പി.വി. അൻവർ പറഞ്ഞത്. VD സതീശൻ നയിക്കുന്ന അല്ലെങ്കിൽ VD സതീശൻ നേതൃത്വം നൽകുന്ന UDF-ന്റെ ഭാഗമാകാൻ താനില്ല എന്നായിരുന്നു ഇന്ന് രാവിലെ പി.വി. അൻവർ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്ന സൂചന കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയ്ക്കില്ല എന്നാണ് താൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം എന്നുകൂടി പി.വി. അൻവർ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില സാധ്യതകൾ തുറന്നിട്ട് തന്നെയായിരുന്നു ഇന്ന് രാവിലെ പി.വി. അൻവർ ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടത്തി. അതായത് മത്സരിക്കില്ല, ഒപ്പം തന്നെ UDF-ലേക്കില്ല എന്നൊക്കെ പറയുമ്പോഴും ചില സാധ്യതകൾ അദ്ദേഹം തുറന്നിട്ടിരുന്നു. അതായത് UDF-ഉമായുള്ള സഹകരണത്തിനും മത്സരിക്കാനുമുള്ള സാധ്യതകളാണ് അദ്ദേഹം തുറന്നിട്ടത്. അതാണ് അദ്ദേഹം പണമില്ലാത്തതുകൊണ്ട് മത്സരിക്കുന്നു, ഒപ്പം തന്നെ VD സതീശൻ നേതൃത്വം വഹിക്കുന്നത് കൊണ്ട് UDF-ൽ പ്രവേശിക്കുന്നില്ല എന്നതടക്കം പറയുന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചില നീക്കുപോക്കുകൾ, മാറ്റങ്ങൾ ഉണ്ടാകും, UDF-ന്റെ ഭാഗമാകാൻ കഴിയുമെന്നെല്ലാം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പി.വി. അൻവർ ഇപ്പോൾ ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ പി.വി. അൻവർ ഇത് പറയുമ്പോഴും ഇതിന് മുൻപേ തന്നെ, അതായത് UDF-ഉമായി ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ പി.വി. അൻവറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ TMC-യുടെ പ്രവർത്തകർ
നിലമ്പൂരിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. നേരത്തെ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത്. മത്സരിക്കുമെന്ന് അറിയിച്ചില്ല, പക്ഷേ PV അൻവർ തുടരുമെന്നായിരുന്നു ഈ ഫ്ലെക്സ് ബോർഡുകളിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് മണ്ഡലത്തിലെ വോട്ടർമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവരെ ബന്ധപ്പെട്ട് എന്താണ് പൊതുവികാരം, മണ്ഡലത്തിലെ പൊതുവികാരം എന്നെല്ലാം തന്നെ അറിഞ്ഞിരുന്നു. ആ നിലയ്ക്ക് കൃത്യമായ മുന്നൊരുക്കങ്ങൾ മത്സരിക്കുന്നതിന് മുന്നോടിയായി PV അൻവറിന്റെ സംഘം അല്ലെങ്കിൽ PV അൻവറിന്റെ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു മത്സര രംഗത്തേക്ക് PV അൻവർ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ PV അൻവർ കൂടി മത്സരിക്കുകയാണെങ്കിൽ നിലവിലെ സിറ്റിംഗ് MLA അല്ലെങ്കിൽ രാജിവെച്ച MLA എന്ന നിലയ്ക്ക് PV അൻവർ കൂടി മത്സരരംഗത്തേക്ക് എത്തുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അമൃത.